ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയുമായിട്ട് വന്നത് 2 മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു. അപ്പോൾ ഈ 2 മാസത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ കുറച്ച് പേഴ്സണലി കുറച്ച് തിരക്കായി പോയി. അത് മാത്രമല്ല, ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലോജിക്കിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും സാധാരണ ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നത് കൂടുതലും സ്റ്റോക്ക് അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ നല്ലൊരു സ്റ്റോക്ക് അതങ്ങനെ എപ്പോഴും നമ്മുടെ റഡാറിൽ വരില്ലല്ലോ നല്ലൊരു സ്റ്റോക്ക്. അപ്പോൾ നല്ലൊരു സ്റ്റോക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ കുറച്ച് സ്റ്റോക്കിനെ പറ്റി അനാലിസിസ് ചെയ്ത് അതിനെപ്പറ്റി നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഒരു ഉത്തരവാദിത്വം ഉണ്ട് അവിടെ. അപ്പോൾ അപ്പം നമുക്ക് ആ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കേണ്ടതുണ്ട്. ഇപ്പം എൻ്റെ മുമ്പിൽ കഴിഞ്ഞ 2-3 മാസത്തെ ഡാറ്റയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ അതെങ്ങനെയാണ് കഴിഞ്ഞ 2-3 മാസത്തിൽ പെർഫോം ചെയ്തത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ ഒരു പുതിയ സ്റ്റോക്കിനെ പറ്റി പറയാന്നുള്ള ഉദ്ദേശമല്ല ഉള്ളത്. അപ്പം ഉടനെ തന്നെ ഇനിയിപ്പം ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാനൊരു പുതിയ സ്റ്റോക്ക് അനാലിസിസ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്ത സ്റ്റോക്കിന്റെ പെർഫോമൻസ് അതിനെ അനാലിസ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു പുതിയ സ്റ്റോക്കിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഡിസ്ക്ലെയിമർ ആണ്, ഞാനൊരു സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയും ഒരു സ്റ്റോക്ക് സജഷനോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസോ ഒന്നുമല്ല. സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം കാണേണ്ട വീഡിയോസ് ആണ് എൻ്റേത്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ പറ്റി ഇവിടെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ട് മാത്രം ആ സ്റ്റോക്ക് വാങ്ങിക്കുന്ന തീരുമാനത്തിലേക്ക് എത്താൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു അനാലിസിസ് എടുത്തതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ആ സ്റ്റോക്ക് നല്ലതാണെങ്കിൽ വാങ്ങിക്കാം, അത് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുന്നു എന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. സോ ഞാൻ ഈ ചാനലിൽ ഏറ്റവും ആദ്യം ചെയ്ത വീഡിയോ നെറ്റ്വർക്ക് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റിയായിരുന്നു. അപ്പം നിങ്ങൾക്കത് അറിയാം, ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ആ കമ്പനി ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. എൻ്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടർ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ്. ഹൈ എൻഡ് ചിപ്സെറ്റുകൾ, അവർക്ക് NVIDIA-യുമായിട്ട് കൊളാബൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു ചാനൽ തുടങ്ങാൻ നേരത്ത് ഏറ്റവും ആദ്യം വരേണ്ട സ്റ്റോക്ക് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ അനലൈസ് ചെയ്യേണ്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൺവെൻഷൻ ഉള്ള ഒരു സ്റ്റോക്ക് ആയിരിക്കണം നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് ആ സ്റ്റോക്ക് സെലക്ട് ചെയ്തത്. അപ്പം ഇനി അതിനുശേഷം ആ സ്റ്റോക്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വളരെ ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നെറ്റ്വെബിന്റെ ചാർട്ട്. നിങ്ങൾ എൻ്റെ ആ 3 മാസം മുന്നേ ഞാൻ ചെയ്ത ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. 3 മാസം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒക്ടോബർ മാസമാണ്. അപ്പോൾ ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. എക്സാക്ട് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈ സ്റ്റോക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. 1800, 1700, 1800 റേഞ്ചുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കായിരുന്നു. അപ്പം ഞാൻ അതിന് മുന്നേ ആക്ച്വലി സ്റ്റോക്കിൽ, അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത്, ഈ ഒരു ഗ്രീൻ ക്യാൻഡലിന്റെ സമയത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കൽ ഫണ്ടമെന്റൽ അനാലിസിസ് എല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പം നമ്മളാ പറഞ്ഞ സമയത്ത് നമ്മൾ ആ സ്റ്റോക്ക് ചെയ്ത സമയത്തിൽ നിന്ന് ഈ 3 മാസം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഹ്യൂമങ്കറസ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കുന്ന അടുത്ത 6 മാസത്തിൽ അല്ലെങ്കിൽ 1 വർഷത്തിലൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ ക്വിക്കായിട്ട് ആ സ്റ്റോക്ക് റാലി നടത്തുകയും അതിന്റെ ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തതിനു ശേഷം, സോ ഫോർ എക്സാമ്പിൾ റഫ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെക്കമെൻഡ് ചെയ്ത ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് 130% റാലിയാണ് 3 മാസം കൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് തന്നത്. സോ ആലോചിക്കണം, ഇതേ സമയത്ത് നിഫ്റ്റി 50 എന്ന് പറയുന്ന നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് നമുക്ക് തന്നത് 0 റിട്ടേൺ ആണ്. കാരണം നമുക്കറിയാം ട്രംപിന്റെ ഇഷ്യൂവും ടാരിഫ് വാറും എല്ലാമായിട്ട് മാർക്കറ്റ് വളരെ വോളറ്റൈൽ പീരീഡിലൂടെ മുന്നോട്ട് പോകുമായിരുന്നു. റിട്ടേൺ ഒന്നും തന്നിട്ടില്ല. ഞാൻ അന്ന് ആ ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി എവിടെയാണോ അവിടെ തന്നെയാണ്, ഏകദേശം 1-2% അങ്ങോട്ടോ ഇങ്ങോട്ടോ മാത്രമേ വ്യത്യാസം നിഫ്റ്റിക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ ഈ സ്റ്റോക്ക് നമുക്ക് 130% റിട്ടേൺ തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് 130% റിട്ടേൺ എനിക്ക് ഇതിന്ന് കിട്ടിയില്ല. കാരണം ഞാൻ ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതിനു ശേഷം റാലി നടത്തുന്ന സമയങ്ങളിൽ ഈ ഒരു പോയിന്റുകളിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ സ്റ്റോക്കിൽ നിന്ന് പതുക്കെ നിക്ഷേപം പിൻവലിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 70-80% കൂടുതൽ റിട്ടേൺ എനിക്ക് തന്നിട്ടില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്ക് ഓൾ ടൈം ഹൈ, അതായത് 4469 ലെവലിൽ ടച്ച് ചെയ്തതിനു ശേഷം
ഇപ്പൊ ഇതൊരു റീട്രേസ്മെന്റ് അല്ലെങ്കിൽ ഒരു കറക്ഷന്റെ ഭാഗമായിട്ടിരിക്കുകയാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 16% ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് ചാടി കയറി സ്റ്റോക്കിൽ വാങ്ങിക്കുക എന്നുള്ളതല്ല ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് മനസ്സിലാക്കുക മാത്രമാണ്. ഇപ്പൊ ഈ സ്റ്റോക്ക് ഒരു ബൈങ് സോണിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇത്രയും റാലി ചെയ്തതെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഇപ്പൊ അത് ബൈങ് സോണിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സ്റ്റോക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തതിന് അല്ലെങ്കിൽ ഞാൻ ഇത് അനലൈസ് ചെയ്യുന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ പുതിയ കുറെ ഓർഡറുകൾ കിട്ടുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും റാപ്പിഡ് ആയിട്ടുള്ള ഒരു മൂവ് വന്നത്. കാരണം ഇവരുടെ ഓർഡർ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാരണം ഇവർക്ക് കിട്ടിയ ഓർഡർ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ കിട്ടിക്കൊണ്ടിരുന്ന ഓർഡറുകളുടെ ഒരു കപ്പാസിറ്റിനേക്കാൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഓർഡറുകളാണ് ഈ കമ്പനിക്ക് കഴിഞ്ഞ മാസത്തിലൊക്കെ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ഒരു വർഷം ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ഇരട്ടിയായി അല്ലെങ്കിൽ ഇരട്ടിക്ക് മുകളിലേക്കായി മാറും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ സ്റ്റോക്ക് അവർ വാങ്ങിച്ചതും ആളുകൾ വാങ്ങിച്ചതും ഇത് ഇത്രയും റാലി നടത്തിയത്. അപ്പോ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഇവരുടെ ഒരു റിസൾട്ടിന്റെ എക്സ്പെക്ടേഷന്റെ പുറത്തുള്ള റാലി ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന് ഒരു ന്യായമായ പീരീഡ് കൺസോളിഡേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഈ കമ്പനികൾക്ക് വരുന്ന മാസങ്ങളിൽ പുതിയ പുതിയ ഓർഡറുകൾ കിട്ടിപ്പോവുകയാണെങ്കിൽ ചിലപ്പോൾ വലിയ ഈ റാലിയുടെ ഒരു കണ്ടിന്യൂഷൻ നടന്നേക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ ഏതായാലും ഇപ്പൊ ചാടി കയറി വാങ്ങിക്കുന്നതിലും നല്ലത് ഇവരുടെ വരുന്ന ക്വാർട്ടറുകളുടെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം അതൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം അപ്പൊ അവരുടെ ആ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ പുതിയ ഓർഡറുകളെ പറ്റിയും ഇനി അവരുടെ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റിനെ പറ്റിയും നമുക്കൊരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. പക്ഷെ ധൃതി പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഈ സ്റ്റോക്ക് ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സോണിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായാലും ഞാനൊരു എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയതിന് ശേഷം ആദ്യം ചെയ്ത ഒരു സ്റ്റോക്ക് തന്നെ ഇത്രയും വലിയ റിട്ടേൺ തന്നു എന്ന് പറയുന്നത് പേഴ്സണലി എനിക്കും ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് അത്രമാത്രം കൺവിക്ഷൻ ആ സമയത്ത് ഈ സ്റ്റോക്കിനെ പറ്റി തോന്നിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ നെറ്റ്വെബ് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ച് ചെയ്തത്. അപ്പം നെറ്റ്വെബ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ അനാലിസിസ് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്ന നെറ്റ്വെബ് ആയിരുന്നു. രണ്ടാമത് ഞാൻ വീഡിയോ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം മഹേന്ദ്രയെ പറ്റിയാണ്. മഹേന്ദ്ര എന്ന് പറയുന്ന സ്റ്റോക്കിനെ പറ്റിയാണ്. സോ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു ഏകദേശം നെറ്റ്വെബ് ചെയ്തതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചെയ്തൊരു ഒരു വീഡിയോ ആണ് മഹേന്ദ്രനെ പറ്റി. സോ മഹേന്ദ്രനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എനിക്ക് വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു സ്റ്റോക്കാണത്. കാരണം ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അന്നത് കേട്ടിട്ടുണ്ടാവും. കാരണം ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞത് നമുക്ക് ഓരോ മാസവും ഈ കാർ സെയിൽസ് ഡേറ്റ എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു കാറിന്റെ വിൽപ്പന നമുക്ക് റോഡിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഏതൊക്കെ കമ്പനികളുടെ കാറാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ വർക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഡേറ്റ ഈസിലി അവൈലബിൾ ആണ്. നെറ്റ്വെബ് പോലെ ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ സ്റ്റോക്ക് അതൊരു ബ്രേക്ക് ഔട്ട് സോണിലാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അത് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 15% റാലി ചെയ്തു. പിന്നീട് അത് കൺസോൾഡേറ്റ് ചെയ്യുന്നത് ആയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണ് അതിന്റെ ചാർട്ട്. ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ റെക്കമെൻഡ് ചെയ്ത അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അല്ല, ഒരു വീഡിയോ റെക്കമെൻഡേഷൻ അല്ല, അപ്പം അത് അങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ഇതെല്ലാം അനാലിസിസ് വീഡിയോ ആണ്, സ്റ്റഡി പർപ്പസിനുള്ളതാണ്. അപ്പൊ ഞാൻ അന്ന് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10-14% എങ്കിലും ആ സ്റ്റോക്ക് റാലി ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അതൊരു കൺസോൾട്ടേഷൻ ഫേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് എനിക്ക് ഇപ്പോഴും വളരെ കോൺഫിഡന്റ് ഉള്ള, ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന, ഇതിന്റെ ഇടയ്ക്ക് ഓരോ തവണ റീട്രേസ്മെന്റ് തരുന്നതിലും ഞാൻ എന്റെ ഫ്യൂച്ചർ ബൈ ചെയ്ത് അതിൽ നിന്ന് വരെ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ച ഒരു സ്റ്റോക്കാണിത്. അപ്പം നെറ്റ്വെബ് ഞാൻ വിറ്റു എന്ന് പറഞ്ഞു, പക്ഷെ ഇത് ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ റാലി അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10 മുതൽ 15% വരെയുള്ള കുറഞ്ഞ ഒരു പെർസെന്റേജ് റിട്ടേൺ എങ്കിലും കറന്റ് ലെവലിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എപ്പോൾ വരും? കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു നെറ്റ്വെബ് പോലെ 10,000 കോടി മാത്രം മാർക്കറ്റ് വാല്യൂഷൻ ഉള്ള ഒരു കമ്പനിയല്ല. ഈ കമ്പനി വളരെ വലുതാണ്. 3-4 ലക്ഷം കോടിയാണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂഷൻ എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് ഷെയർസ് എന്ന് പറയുന്നത്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് ഷെയർസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. കാരണം പ്രൊമോട്ടേഴ്സ് വളരെ കുറച്ച് അതിൽ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി കുറെ FIIs, DIIs, പബ്ലിക്, ഇങ്ങനെ പല ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വൺ വേ റാലി നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ക്ഷമയോടെ കാത്തിരുന്നു കഴിഞ്ഞാൽ ഒരു 10-15% മേളിലേക്കുള്ള റാലി അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് ഒരിക്കലും നമ്മൾ നിരാശപ്പെടുത്തിയില്ല. പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഈ ഇപ്പൊ 15% റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 2-3 മന്ത്സിലാണ് കിട്ടുന്നത്. സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് ഒക്കെ 15% ആവറേജ് റിട്ടേൺ തരുന്നത് ഒരു ഇയറിന്റെ കണക്കിലാണ്. ഇത് ലെസ് ദാൻ 3 മന്ത്സ് പീരീഡിൽ നമുക്ക് ഈ ഒരു റാലി അല്ലെങ്കിൽ ഈ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആണ്. ഞാൻ റിയലിസ്റ്റിക്കലി എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനേക്കാളും കൂടുതൽ ഈ സ്റ്റോക്ക് തന്നിട്ടുണ്ടെന്നുള്ളത് ആണ് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പൊ അത് മാത്രമല്ല, ഞാൻ ഇപ്പോഴും ഇത് ഹോൾഡ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ അനദർ ഒരു 10-15% റിട്ടേൺ ഈ സ്റ്റോക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് സ്റ്റോക്ക് അനാലിസിസ് ആയിട്ട് ചെയ്തൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കാർ ട്രേഡ് ടെക്കിനെ പറ്റിയാണ്. അപ്പൊ ആ വീഡിയോയും ചാനലിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ആ സ്റ്റോക്കിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോൾ എക്സിറ്റ് ചെയ്തു. അപ്പൊ അതിന് എനിക്ക് ഇതിൻ്റെതായ കാരണങ്ങളുണ്ട്. നമുക്ക് അതിന്റെ ക്വിക്കായിട്ട് അതിന്റെ ചാർട്ട് നോക്കിയതിന് ശേഷം എന്താണ് ആ സ്റ്റോക്കിൽ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് കാർ ട്രേഡ് ടെക്കിന്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അന്ന് വരച്ച് സേവ് ചെയ്ത അതേ ചാർട്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു വോളാറ്റിലിറ്റി കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ബുള്ളിഷ് ചാർട്ട് പാറ്റേൺ ഞാൻ ഒബ്സർവ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ചാർട്ടിൽ എൻട്രി ചെയ്തതെന്ന് അന്ന് പറഞ്ഞിരുന്നു. എന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഈ സ്റ്റോക്ക് ഒരുപാട് മേലിട്ട് പോയി. ഇവിടെ ഒരു 52% ഈ സ്റ്റോക്ക് റാലി ചെയ്തു. ഏതാണ്ട് ഒരു 2-3 മാസത്തിനുള്ളിൽ 52% റാലി ചെയ്തു എന്നുള്ളതും വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ തന്നെയാണ്. പക്ഷെ പിന്നീട് ഈ സ്റ്റോക്കിൽ ഒരു ന്യൂസ് ഉണ്ടായി. ഏതോ ഒരു ബ്രോക്കറേജ്, അത് ഏത് ബ്രോക്കറേജ് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആ ബ്രോക്കറേജ് പറഞ്ഞത് ഇവരുടെ ഈ വളർച്ച അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന്റെ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് കുറച്ച് അൺറിയലിസ്റ്റിക് ആണെന്നും ഇത് ഒരുപാട് ഓവർ ഹീറ്റഡ് ആണെന്നും പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തത്. ഈ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 15% 17% വരുന്ന ഒരു ഡിപ്പാണ്. ഒരു വീക്ക്ലി ക്യാൻഡിലാണ് അവിടെ ഫോം ചെയ്തത്. സോ അതിനുശേഷം ഇത് ഫർദർ ഫോളോ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത സമയത്ത് ഞാൻ ഈ സ്റ്റോക്കിൽ നിന്ന് ഫുള്ളി എക്സിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എൻ്റെ ആ വീഡിയോ കണ്ടിട്ടുള്ളവരോട് ഞാൻ പറഞ്ഞിരുന്നു, അന്ന് ഈ സ്റ്റോക്ക് ഈ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു ഈ ലെവലിലൊക്കെയാണ് ഞാൻ ഈ സ്റ്റോക്കിൽ എൻ്റെ മുമ്പിൽ ഈ സ്റ്റോക്ക് വന്നത്, ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഔട്ട് ലെവൽ കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 17% റാലി ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അന്ന് നടത്തിയത്. ഒരു ടെസ്റ്റ് ഡോസ് ആണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഓരോ സമയത്തും ഇങ്ങനെ ഡിപ്പുകൾ വരുന്ന സമയത്ത് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡീസന്റ് ആയിട്ടുള്ള റിട്ടേൺ എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ടോട്ടൽ അസറ്റിന്റെ നല്ലൊരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു നല്ലൊരു റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് റിട്ടേൺ ഇതിൽ കിട്ടിയിട്ടില്ല. കാരണം എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ പോർഷൻ മാത്രമായിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ബാഡ് ന്യൂസ് അല്ലെങ്കിൽ ആ ബ്രോക്കറേജ് ഇതിനെ നെഗറ്റീവായിട്ട് റേറ്റിംഗ് കൊടുത്തപ്പോൾ ഞാൻ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല. ഞാനിപ്പം ഈ വരുന്ന ക്വാർട്ടറിലെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അത് മാത്രമല്ല, പേഴ്സണലി പിന്നീട് ഞാൻ ഈ സ്റ്റോക്കിനെ പറ്റി കുറെ കൂടെ ഇൻഡെപ്ത് ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യയിൽ പല സിറ്റികളിലും കാർ ട്രേഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും അവൈലബിൾ ആണ്. അവർക്ക് സെയിലൊക്കെ ഉണ്ട്. അവരിപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനിയാണ്. അതെല്ലാം നമ്മുടെ വീഡിയോയിൽ, നമ്മൾ അന്ന് ചെയ്ത വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കാറ് കൊടുത്ത് വേറൊരു കാറ് വാങ്ങിച്ചപ്പോൾ ഞാൻ ഈ മേഖലയെ പറ്റി പേഴ്സണലായിട്ട് കാറ് വാങ്ങിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാനൊന്ന് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് കുറെ കൂടെ മനസ്സിലായത്, ആളുകൾ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇവരെക്കാൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റു പല കമ്പനികളായ സ്പിന്നി പോലെയുള്ള കമ്പനികൾക്കാണ് കൂടുതലായിട്ടുള്ള സെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ അവരെയാണ് വിശ്വസിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നും പറഞ്ഞ് ഇവര് മോശമാണ്, സ്റ്റോക്ക് താഴോട്ട് പോകുന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് അവിടെ ഫീൽ ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അതല്ലാതെ ആ ബ്രോക്കറേജ് ഇവരുടെ വാല്യുവേഷൻ കൂടുതലാണെന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണം കണ്ടല്ല. പകരം എനിക്ക് പിന്നീട് മനസ്സിലാക്കിയ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതിന്റെ റഡാറിൽ വെച്ചുകൊണ്ട് അടുത്ത ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടറിലെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും നോക്കാം. അപ്പോൾ നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വീണ്ടും എൻട്രി ആവുന്നതേ ഉള്ളൂ. അപ്പൊ ഏതായാലും ഈ സ്റ്റോക്കിൽ നിന്നും ന്യായമായ ഒരു റിട്ടേൺ എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. കാരണം നമ്മൾ 3 സ്റ്റോക്കുകളെ പറ്റിയാണ് പ്രധാനമായിട്ട് നേരത്തെ സ്റ്റഡി ചെയ്തതും വീഡിയോ ചെയ്തതും. ആ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല മികച്ച റിട്ടേൺ നമുക്ക് തന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ, അത് പ്രോബബ്ലി നാളെയോ നാളെ കഴിഞ്ഞോ ആയിട്ട് ഒരു പുതിയ വീഡിയോ ഞാൻ വരും. അതൊരു സ്റ്റോക്ക് അനാലിസിസ് വീഡിയോ ആണ്. ആ സ്റ്റോക്കിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ അതിന് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കൺഫർമേഷന് വേണ്ടിയിട്ടല്ല, ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഓൾറെഡി ഞാൻ അതിൽ ഒരു പോർഷൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് മൊമെന്റമാണ് അത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ നാളെയോ നാളെ കഴിഞ്ഞോ ആ സ്റ്റോക്ക് ഏതാണെന്നുള്ളത് പറയാം.
എഗെയിൻ ഞാൻ പറയുവാണ്, ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റോക്കുകളും ബ്ലൈൻഡ് ആയിട്ട് പോയി വാങ്ങിക്കാൻ പാടില്ല. കാരണം ഒരുപാട് തെറ്റുകൾ, അത് എനിക്കാണെങ്കിലും ഇതുപോലെ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ നമ്മളൊരു സ്റ്റോക്കുകളെ പറ്റി പറഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രം അത് വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനത്തിലേക്ക് എത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ ആയിട്ട് കാണുന്നതുവരെ ബൈ.